നമ്മൾ ജീവിതത്തിലൊരു ചെറുതോ വലുതോ ആയിക്കോട്ടെ സങ്കടം വരുമ്പോൾ വിളിക്കേണ്ടത് ആരെയാണെന്ന് അറിയോ? വിളിക്കേണ്ടത് നമ്മുടെ കർത്താവായ ഈശോ മിശിഹായെയാണ്. ലൂക്കാ 18:35 മുതൽ 43 വരെയുള്ള വാക്യങ്ങളിൽ കർത്താവ് ഇങ്ങനെ വഴിയിലൂടെ പോകുമ്പോൾ ഒരു അന്ധൻ വിളിച്ച് പറയുകയാണ്, ദാവീദിൻ്റെ പുത്ര എന്നിൽ കനിയണമേ, ദാവീദിൻ്റെ പുത്ര എന്നിൽ കനിയണമേ. കൂടെയുള്ളവർ പറയുന്നുണ്ട്, നീ വെറുതെ കർത്താവിനെ വിളിക്കല്ലേ. അവൻ കൂടുതൽ ഉച്ചത്തിൽ വിളിക്കുകയാണ്, ദാവീദിൻ്റെ പുത്ര എന്നിൽ കനിയണമേ, ദാവീദിൻ്റെ പുത്ര എന്നിൽ കനിയണമേ. നിലവിളിക്കുകയാണ്. വിളിക്കേണ്ടത് കർത്താവിനെയാ. അവനറിയാ ഈ കാണാവുന്ന ആളുകളെ ഒന്നും വിളിച്ചിട്ട് ഒരു കാര്യമില്ല, ഒന്നും നടക്കാൻ പോണില്ല. വിളിക്കേണ്ടത് കർത്താവിനെയാ. അവൻ കർത്താവിനെ വിളിച്ചു, കർത്താവ് അവൻ്റെ വിളി കേട്ടു, അടുത്ത് വന്നു. നിനക്ക് എന്താ വേണ്ടേ? കർത്താവ് എനിക്ക് സൗഖ്യം വേണം, കാഴ്ചയില്ല, എന്താ സൗഖ്യം കർത്താവ് കൊടുത്ത് അനുഗ്രഹിച്ചു. വിളിക്കേ, കർത്താവിനെ വിളിക്കേ. നീ വേറെ ആരെയും വിളിച്ചിട്ടൊന്നൊരു കാര്യമില്ല കേട്ടോ. നീ വിളിക്കേണ്ടത് കർത്താവിനെയാ. നിന്റെ പരിഹരിക്കപ്പെടാത്ത പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ നീ പോയിരിക്കേണ്ട ഇടമെന്ന് പറയുന്നത് കർത്താവിൻ്റെ മുന്നില. രക്തസ്രാവക്കാരി സ്ത്രീ എല്ലാ വിഷക്കാരന്മാരെയും കണ്ടു, രക്തസ്രാവം മാറിയില്ല. അവള് വിളിച്ചത്, നിലവിളിച്ചത്, പോയി തൊട്ടത് കർത്താവിനെയാ. സൗഖ്യം കിട്ടിയത് കർത്താവിൽ നിന്ന് മാത്രമാ. അച്ഛനെ കേൾക്കുന്ന ആളുകളോട് അച്ഛൻ പറയാണ്, കർത്താവിനെ വിളിക്ക്. അവിടെ നിന്ന് മാത്രമാണ് ശാശ്വതമായ പരിഹാരമുള്ളത്. അവിടെ നിന്ന് മാത്രമാണ് ശാശ്വതമായ വിടുതലുള്ളത്. അവിടെ നിന്ന് മാത്രമാണ് ശാശ്വതമായ സൗഖ്യമുള്ളത്. ഇന്ന് മെസ്സേജ് ബോക്സിൽ ടൈപ്പ് ചെയ്യണം, ഈശോയെ അങ്ങാണ് ഞങ്ങളുടെ ബലം. ഈശോ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.